എന്നെ പിടിച്ചവർക്കും എൻ്റെ മുരീദുമാർക്കും എൻ്റെ മുഹിബുകൾക്കും എൻ്റെ ഇഷ്ടക്കാർക്കുമെല്ലാം ഞാൻ കൈപിടിച്ച് കാക്കും. അങ്ങനെയുള്ള ഞാൻ എൻ്റേതായ മുരീദുമാരുടെ കാവലിനെ കുറിച്ച് പറയുന്ന മാൻ, ഷെയ്ഖാൻ നിലക്ക് മുരീദിനെയും മുഹിബിനെയും കാക്കുന്ന ഞാൻ, മൻസൂർ ഹല്ലാജിന്റെ കാലത്ത് ഷെയ്ഖായിട്ട് എൻ്റെ മുരീദായിട്ട് ഹല്ലാജ് നിൽക്കുകയും ഞാൻ അവരുടെ ഷെയ്ഖാവുകയും ചെയ്തിരുന്നെങ്കിൽ ഹല്ലാജിന് സംഭവിച്ചതായ ആ വീഴ്ചയുടെ സമയത്ത് ഞാൻ അവരെ കൈപിടിച്ചിട്ട് പദവി ഉയർത്തിക്കൊടുക്കുമായിരുന്നു ഷെയ്ഖ് മുഹിയുദ്ദീൻ. ഇത് സംഭവം എന്താണ് ആലോചിക്കണ്ടേ? ഹല്ലാജിനെ കൊല്ലുന്നത് ഹിജറ 309 ദുൽഹിജ്ജ 24 ഹിജറ 309 ദുൽഹിജ്ജ 24 ഹല്ലാജിനെ കൊല്ലുന്നത് ഖലീഫ മുഖ്തദറു ബില്ലാ എന്ന് പറയുന്ന ഖലീഫയുടെ കാലത്താണ്, അബ്ബാസി ഖലീഫയുടെ കാലത്ത്. ആ ഖലീഫയുടെ കാലത്ത് ബഹുമാനപ്പെട്ട മൻസൂർ ഹല്ലാജിനെ കൊല്ലുന്നത് അനൽ ഹഖ് തുടങ്ങിയ ചില വാചകങ്ങൾ നിഷേധം കൂടാതെ അദ്ദേഹം സ്വന്തം പറഞ്ഞുകൊണ്ട് നടന്നു. ഇത് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ അദ്ദേഹത്തെ വിശദീകരണം തേടിക്കൊണ്ടിരുന്നു. നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞു, വിശദീകരണം ചോദിച്ചു, ഇതിനൊന്നും തയ്യാറായില്ല. പ്രത്യക്ഷത്തിൽ തന്നെ അദ്ദേഹത്തെ പോലുള്ള മഹാന്മാർ പറയുന്ന വാചകം പ്രത്യക്ഷമായി മനസ്സിലാകില്ലെങ്കിൽ അത് അവസ്ഥാന്തരങ്ങളിൽ പറയുന്ന വാചകമായി ശതഹാത്തിലെ വാചനമായി കണ്ടുകൊണ്ട് അതുകൊണ്ട് അവർക്ക് തെക്കിലീഫില്ലാത്ത അവസ്ഥയിലെ വാക്കാണ് എന്നും പറഞ്ഞ് ഒഴിവാക്കുകയാണ് വേണ്ടത്. നിഷ്പക്ഷരായ നല്ല നല്ല കൂട്ടം പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞു നോക്കി ഖലീഫനോട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ വാക്കുകൊണ്ടല്ലേ നമ്മൾ ഭരണം നടത്തുക, വാക്കുകൊണ്ടല്ലേ പിടിക്കുക, മറുകക്ഷിയുടെ വാദം. നിഷ്പക്ഷരായി മറ്റൊരു കൂട്ടരും നിന്നു. 3 പക്ഷമായി പണ്ഡിതന്മാർ, എതിരാളികൾ, അനുകൂലികൾ, നിഷ്പക്ഷർ. എതിരാളികളായ പണ്ഡിതന്മാർ ഫത്വ പുറപ്പെടുവിച്ചു അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ഫത്വ പുറപ്പെടുവിച്ചിട്ടും അദ്ദേഹത്തെ ഒരുപാട് ഈ വധത്തിൽ നിന്ന് നീക്കാൻ വേണ്ടി ഖലീഫ ശ്രമിച്ചു, ഇഷ്ടക്കാർ ശ്രമിച്ചു. കൊലമരത്തിന്റെ ചുവട്ടിൽ വെച്ച് പോലും ഖലീഫ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് നിഷേധിച്ചാൽ മതി, അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം വിവരിച്ചാൽ മതി. മൂപ്പര് ചിരിക്കാണ്, അനൽ ഹഖ് അനൽ ഹഖ് അനൽ ഹഖ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് മരണത്തെ സ്വന്തം വരിക്കുന്നു മഹാൻ. വാസ്തവത്തിൽ അനൽ ഹഖ് എന്ന് മഹാൻ പറഞ്ഞതിന്റെ പേരിൽ ഒന്നുമില്ല. ആ വാക്യത്തിന്റെ അർത്ഥം പലതുമാകാമെന്നും അത്തരം അവസ്ഥാന്തരങ്ങളിൽ ഔലിയാക്കന്മാർ പറഞ്ഞ വാചകത്തിന് പല അർത്ഥതലങ്ങളും ഉണ്ടെന്നും നമ്മുടെ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇത് വിവരിച്ചവരിൽ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലിയുണ്ട്, കൂട്ടത്തിൽ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ അവർകളുമുണ്ട്, നമ്മുടെ പിൻഗാമികളായ ഇമാമുകളൊക്കെയുമുണ്ട്. ഒന്നുമില്ലെങ്കിൽ അവസ്ഥാന്തര ലോകത്ത്, അള്ളാന്റെ വൈബിന്റെ ലോകത്ത് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പടച്ചവൻ പറയുന്നു അനൽ ഹഖ്, ഞാൻ പരമസത്യമാകുന്നുവെന്ന് പടച്ചവൻ പറയുന്നു എന്നെങ്കിലും വ്യാഖ്യാനിച്ചാൽ ഈ വാക്യം അർത്ഥവത്തായി. കുഫറിന്റെ വാക്കല്ല. പക്ഷെ വ്യാഖ്യാനിക്കാൻ തയ്യാറല്ലാത്ത ആ അവസ്ഥയിൽ തന്നെ നിലകൊള്ളുന്ന അദ്ദേഹത്തെ അവസ്ഥയിൽ കാണുന്നതൊക്കെ പറയുന്ന ആ സ്ഥിതിയിൽ നിന്ന് ഒരൽപ്പം വെളിച്ചം കൊടുത്ത് രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തെ കൈപിടിച്ച ഷെയ്ഖിനേക്കാൾ കുറെ കൂടി വലുപ്പമുള്ള ഒരു ഷെയ്ഖ് വേണ്ടിയിരുന്നു. അതിന് ഞാൻ പറ്റിയിരുന്നു. ഞാനന്നുണ്ടായില്ലല്ലോ ഷെയ്ഖായി. അന്ന് എൻ്റെ ഈ ഷെയ്ഖിന്റെ മർത്തബയുമായി ഞാനുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ മുരീദായി ഹല്ലാജുമായിരുന്നെങ്കിൽ, അവരെ കൈപിടിച്ചുകൊണ്ട് അനൽ ഹഖ് പറയുന്ന ആ ഗർത്തത്തിൽ നിന്നും വിഭ്രമാവസ്ഥയിൽ നിന്നും കരേറ്റിയിട്ട് കാമിലായ സുന്ദരമായ അവസ്ഥയിലേക്ക് ഞാൻ ഉയർത്തുമായിരുന്നു എന്ന് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ അവർകൾ പറഞ്ഞ ബഹ്ജയിലെ വാചകവും ചരിത്രവുമാണ് വഹാബി തിരിയാതെ വ്യാഖ്യാനിക്കുന്നത്, അർത്ഥം മനസ്സിലാക്കാതെ വ്യാഖ്യാനിക്കുന്നത്. ഇങ്ങനെ ഒരാൾ പറയുന്നതിൽ എന്താണ് മോശം? ഷെയ്ഖ് മുരീദിനെ കരയേറ്റുന്നതും വിഭ്രമാവസ്ഥയുടെ പദവിയിൽ നിന്ന് കാമിലായ അവസ്ഥയിലേക്ക് കയറ്റുന്നതും ഈ ഷെയ്ഖിൻ്റെയും മുരീദിൻ്റെയും ലോകത്ത് പരക്കെ പ്രസിദ്ധമാണ്, സാധാരണമാണ്. ഈ സാധാരണമായ അനുഭവം വെച്ച് ഞാൻ ഷെയ്ഖും ഹല്ലാജ് മുരീദുമായി അന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ കരകയറ്റുമായിരുന്നു എന്ന ബഹ്ജയിലെ ആ വാചകം ചുരുക്കിക്കൊണ്ട് പാലിയിലെ വെണ്ണ പോൽ കടഞ്ഞെടുത്തിട്ട് തലയെല്ലാം ശരിക്ക് പൊന്നുപോലെ കല്ലാക്കി വെച്ചിട്ട് മുഹയ്യിദ്ദീൻ മാലയിൽ പറഞ്ഞപ്പോൾ ഇതറിവുള്ളവരോട് ചോദിച്ചു പഠിക്കാതെ ആശയം മനസ്സിലാക്കാതെ നിഷേധിക്കുന്ന വഹാബിയല്ലേ കള്ളൻ? വിശ്വസിക്കുന്ന വിശ്വാസികളാണോ കള്ളന്മാർ? കള്ളന്മാർ നമ്മളല്ല. തുടർന്ന് അങ്ങോട്ട് പറയുന്നതിലെല്ലാം മഹാനായ ഷെയ്ഖ് അവർകൾ വളരെ സുന്ദരമായി അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ലോകത്ത് നടന്ന സംഭവങ്ങളും നടക്കുന്ന സംഭവങ്ങളും പ്രമാണങ്ങൾ വെച്ചിട്ടുള്ള സംഭവങ്ങളും മാത്രമാണ് ഇതിലൊക്കെ. ഈ തരം സംഭവങ്ങളെയാണ് വഹാബി വിമർശിക്കുന്നത്. എൻ്റെ മുരീദുകൾ എൻ കൂടെ കൂടാതെ എൻ്റെ കാൽ എന്നും പോരിക്കൻ ആതെന്നോവർ, കൺകൂടാ വട്ടത്തിൽ നിന്റെ മുരീദുകൾ സ്വർഗത്തിൽ പോമെന്ന് അല്ലാ കൊടുത്തോവർ, നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ.
നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കുന്ന മലക്ക് പറഞ്ഞു. എല്ലാ എൻ്റെ മുരീദുകളെയും സ്വർഗത്തിൽ കടത്താമെന്ന് വാക്ക് തന്നു അല്ലാഹ്. കൺകൂടാവട്ടത്തിൽ ഞാൻ കണ്ടവരെയൊക്കെ കണ്ടപ്പോൾ എൻ്റെ മുരീദുമാരൊക്കെ സ്വർഗത്തിലേക്ക് തന്നെയുണ്ട്. ഇത് ശൈഖ് തങ്ങൾ അവരുടെ ബഹ്ജയിലെ കൃത്യമായ വാചകമാണ്. ബഹ്ജ 100-ാം പേജ്. ഉഅതീതു സിജില്ലം മിനൽ ബസർ ഫീഹി അസ്മാഉ അസ്ഹാബി വമുരീദി ഇലാ യൗമിൽ ഖിയാമ വഖീല ലീ വഖദ് വഹിബൂ ലക് വഇസ്സതി റബ്ബി വജലാലിഹി ലാ ബരിഹത് ഖദമായ മിൻ ബൈനി യദൈ റബ്ബി ഹത്താ യന്തലിക ബി വബികും മിനൽ ജന്ന. തന്റെ മുരീദുമാരെ വിളിച്ചിട്ട് ശൈഖ് തങ്ങൾ അവർകൾ പറയുന്നു, എനിക്കൊരിക്കൽ അള്ളാഹുവിന്റെ ഗൈബിന്റെ ലോകത്ത് നിന്ന് എനിക്കൊരു റിക്കാർഡ് കിട്ടി. എന്റെ കൺദൂരവട്ടത്തിൽ കാണുന്ന കൺകൂടാവട്ടത്തിൽ കാണുന്ന മുരീദുമാരുടെ മുഴുവൻ പേരുകൾ എഴുതി വെച്ച റിക്കാർഡ് നോക്കുമ്പോ കണ്ണെത്തുന്ന ദൂരത്തൊക്കെ എന്റെ മുരീദുകൾ. ആ മുരീദുകളുടെ റിക്കാർഡ് നോക്കുമ്പോ വക്കീലലി എന്നോട് മലക്കുകളുടെ ലോകത്തിന് നീ ഇൽഹാമായി പറയപ്പെട്ടു. നേരത്തെ ഞാൻ പറഞ്ഞ മൂസാ നബിന്റെ ഉമ്മാക്ക് കിട്ടിയ ഇൽഹാം, മറിയം ബീവിക്ക് കിട്ടിയ വിളിയാളം, മുഹയ്യദ്ദീൻ ശൈഖിന് കിട്ടി. വഖദ് വഹിബൂ ലക്. ഈ റിക്കാർഡിലുള്ളവരെ എല്ലാം നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി തന്നിരിക്കുന്നു. നോക്കി നോക്കുമ്പോ എന്റെ മുഹിബുകളും മുരീദുകളും ഒക്കെ അതിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ പറഞ്ഞേക്കാം, എന്റെ ശിഷ്യരെ, എന്റെ മുരീദുമാരെ, നിങ്ങളിൽ ഒരാളടക്കം എല്ലാരെയും എന്നെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകോളം എന്റെ കാൽപാദം നിന്നേടത്തിൽ